ഹായ് ഹലോ എല്ലാവർക്കും ഷെസ് പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മലയാളമാണ് പഠിക്കാൻ പോകുന്നത്. ഓൾ ഓഫ് യു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ. മലയാളത്തിൽ കേട്ടിട്ടില്ല എല്ലാ കാറ്റഗറിയിലും മലയാളം ആവശ്യമാണ്. അതുപോലെ തന്നെ PSC എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന പോർഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. കേവലം പ്രയോജകം, കേവലക്രിയ, പ്രയോജകക്രിയ. നോക്കാം എന്താണ് കേവലക്രിയ, പ്രയോജകക്രിയ. സ്വഭാവം അടിസ്ഥാനമാക്കി ക്രിയകളെ കേവലം, പ്രയോജകം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. സ്വഭാവം അടിസ്ഥാനമാക്കി ക്രിയകളെ കേവലക്രിയ, പ്രയോജകക്രിയ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. നോക്കാം. രണ്ട് സെന്റൻസ് ഉണ്ട്. കുട്ടി ഓടുന്നു, കുട്ടിയെ ഓടിക്കുന്നു. ഒന്ന് കുട്ടി ഓടുന്നു, മറ്റൊന്ന് കുട്ടിയെ ഓടിക്കുന്നു. ആദ്യ വാക്യത്തിൽ കുട്ടി സ്വയം ഓടുന്നു. കുട്ടി ഓടുന്നു എന്ന് വെച്ചാൽ അവൻ ആരും ഓടിക്കുന്നതല്ല, അവൻ സ്വയം ഓടുന്നു, കുട്ടി ഓടുന്നു. രണ്ടാം വാക്യത്തിലാണെങ്കിലോ കുട്ടിയെ ഓടിക്കുന്നു. മറ്റൊരാളുടെ പ്രേരണയാലാണ് കുട്ടി ഓടുന്നത്. ആദ്യ ക്രിയ, അതായത് ഓടുന്നു എന്ന ക്രിയ കേവലക്രിയയാണ്. ആരുടെയും പ്രേരണയില്ലാതെ നടക്കുന്ന ഒരു ക്രിയ ആയതുകൊണ്ട് കുട്ടി ഓടുന്നു. കുട്ടി ചാടുന്നുവെങ്കിലോ കുട്ടി ചാടുന്നു. അത് കേവലക്രിയ. ആരുടെയും പ്രേരണയില്ലാതെ ചെയ്യുന്നത് കേവലക്രിയ. എന്നാൽ രണ്ടാമത്തേത് നോക്കൂ, പ്രയോജകക്രിയ. ഓടിക്കുന്നു, ഓടിക്കുന്നു, ആരെങ്കിലും ഓടിക്കുന്നു. ചിലപ്പം പട്ടിയായിരിക്കാം ഓടിക്കുന്നത് കുട്ടിയെ, അല്ലെങ്കിൽ അമ്മ അടിക്കാൻ ഓടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാർ ഓടിക്കുന്നതായിരിക്കാം. അപ്പോൾ കുട്ടിയെ ഓടിക്കുന്നു എന്നത് പ്രയോജകക്രിയയും എന്നാൽ കുട്ടി ഓടുന്നു എന്നത് കേവലക്രിയയുമാണ്. അപ്പോൾ പരപ്രേരണയില്ലാതെ സ്വയം നടക്കുന്ന ഒരു പ്രവർത്തനമാണ് കേവലക്രിയ. പരപ്രേരണയാൽ, മറ്റൊരാളുടെ പ്രേരണയാൽ നടക്കുന്ന ക്രിയയാണ് പ്രയോജകക്രിയ. ഒന്നുകൂടെ നോക്കാം. കുട്ടി ഓടുന്നു, കുട്ടിയെ ഓടിക്കുന്നു. ആദ്യ വാക്യത്തിൽ കുട്ടി സ്വയം ഓടുന്നു. രണ്ടാം വാക്യത്തിൽ മറ്റൊരാളുടെ പ്രേരണയാലാണ് കുട്ടി ഓടുന്നത്. ആദ്യ ക്രിയ കേവലക്രിയയാണ്, എന്നാൽ രണ്ടാമത്തേത് പ്രയോജകക്രിയയാണ്. രണ്ടും തമ്മിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കേവലം, വായിക്കുന്നു, അതിൻ്റെ പ്രയോജകം വരുമ്പോൾ വായിപ്പിക്കുന്നു. എടാ വായിക്കടാ എന്ന് പറയുന്നു, കുട്ടി കേൾക്കുന്നില്ല. അമ്മ വായിപ്പിക്കുന്നു ഒരു കമ്പെടുത്തപ്പോൾ, അത് പ്രയോജകക്രിയ. എഴുതുന്നു, കുട്ടി സ്വയം എഴുതുന്നു, എന്നാൽ പറഞ്ഞിട്ട് എഴുതുന്നില്ല, അമ്മ അവനെ എഴുതിപ്പിക്കുന്നു, അത് പ്രയോജകക്രിയ. വീഴുന്നു, മാങ്ങ തനിയെ വീഴുന്നു മരത്തിൽ നിന്ന്, അതെന്താണ്? കേവലക്രിയ. എറിഞ്ഞ് വീഴ്ത്തുന്നു, അത് പ്രയോജകക്രിയ. കേൾക്കുന്നു, എന്താണ്? കേവലക്രിയ. കേൾക്കുന്നു, കേവലക്രിയ. കേൾപ്പിക്കുന്നു, അതെന്താണ്? പ്രയോജകക്രിയ. വിടുന്നു, വിടുന്നു എന്നുള്ളത് കേവലക്രിയ. വിടുവിക്കുന്നു, കുട്ടി വിടുവിച്ച് ഓടും അല്ലേ, വിടുവിക്കുന്നു, പ്രയോജകക്രിയ. ഓടുന്നു, സ്വയം ഓടുന്നു, എന്നാൽ ആരെങ്കിലും ഓടിക്കുമ്പോൾ അതെന്താവും? പ്രയോജകക്രിയ ആവും. പറയുന്നു, ഒരു കുറ്റം ചെയ്തു കുട്ടി, പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ പറഞ്ഞു അബദ്ധം പറ്റിപ്പോയെന്ന്, അത് കേവലക്രിയ. ചോദിച്ചിട്ട് സത്യം പറയുന്നില്ല, നമ്മൾ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നു, അപ്പോൾ പറയിപ്പിക്കുന്നത് പ്രയോജകക്രിയ. നോക്കാം. വായിക്കുന്നു, എഴുതുന്നു, വീഴുന്നു, കേൾക്കുന്നു, വിടുന്നു, ഓടുന്നു, പറയുന്നു, ഇതെല്ലാം കേവലക്രിയയാണ്. എന്നാൽ പ്രയോജകക്രിയ വായിപ്പിക്കുന്നു, എഴുതിപ്പിക്കുന്നു, വീഴ്ത്തുന്നു, കേൾപ്പിക്കുന്നു, വിടുവിക്കുന്നു, ഓടിക്കുന്നു, പറയിപ്പിക്കുന്നു, പറയിക്കുന്നു. ഇതുപോലെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. കേവലക്രിയയിൽ പറയാലോ, കഴിക്കുന്നു, കുട്ടി കഴിക്കുന്നില്ല, അപ്പോൾ പ്രയോജകക്രിയ ഉപയോഗിക്കാം, കഴിപ്പിക്കുന്നു. രാത്രി ഉറക്കം വന്ന് കുട്ടി ഉറങ്ങി, അത് കേവലക്രിയ. ഇത്ര ഉറങ്ങാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, നിർബന്ധിച്ച് ഉറക്കുന്നു, അത് പ്രയോജകക്രിയ. ഉറക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? പ്രയോജകക്രിയ. അപ്പോൾ ഇതാണ് കേവലക്രിയയും പ്രയോജകക്രിയയും. രണ്ട് ക്രിയകൾ, കേവലക്രിയ, പ്രയോജകക്രിയ. സ്വയം നടക്കുന്ന ക്രിയ കേവലക്രിയയും പരപ്രേരണയാൽ നടക്കുന്നത് പ്രയോജകക്രിയയും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. കാരിതം, അകാരിതം. നോക്കാം. വായിക്കുന്നു, വീഴുന്നു, കേൾക്കുന്നു, വിടുന്നു, ഓടുന്നു, പറയുന്നു. വായിക്കുന്നു, വീഴുന്നു, കേൾക്കുന്നു, വിടുന്നു, ഓടുന്നു, പറയുന്നു. അടിവരയിട്ട കേവലക്രിയ. ഇവയുടെ പ്രത്യേകത എന്താണ്? അടിവരയിട്ട രണ്ട് വാക്കുണ്ടല്ലോ, വായിക്കുന്നു, കേൾക്കുന്നു.
ഇവയ്ക്ക് വീഴുന്നു, വിടുന്നു, ഓടുന്നു, പറയുന്നു ഇവയിൽ നിന്ന് എന്താണ് വ്യത്യാസം? കേവലക്രിയയിൽ ഇക്കു ചേർന്നിട്ടുണ്ട് ഇല്ലേ? വായിക്കുന്നു ഇക്കു, കേൾക്കുന്നു ഇക്കു. ഇങ്ങനെ കേവലക്രിയയിൽ ഇക്കു ചേർന്നിട്ടുള്ള രൂപമാണ് കാരിതം. കേവലക്രിയയിൽ ഇക്കു ചേർന്നിട്ടുള്ള രൂപമാണ്, അതായത് സ്വയം ചെയ്യുന്ന പ്രവർത്തനത്തിൽ അത് ഇക്കു ചേർന്ന് വരുന്ന വാക്കുകളാണ് കാരിതം എന്ന് പറയുന്നു. ഇക്കു കാ, രണ്ടിലും കായുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. കാരിതം. ഇക്കു ചേർന്ന കേവലക്രിയയാണ് കാരിതം. എന്നാൽ രണ്ടാമത്തെ നോക്കൂ, വീഴുന്നു, വിടുന്നു, ഓടുന്നു, പറയുന്നു. അവിടെ ഇക്കു ചേർന്നിട്ടില്ല, അപ്പോൾ ഇക്കു ചേരാത്തതാണ് അകാരിതം. മനസ്സിലായല്ലോ? കാരിതം എന്ന് പറഞ്ഞാൽ ഇക്കു ചേർന്നിട്ടുള്ള കേവലക്രിയ കാരിതം, എന്നാൽ ഇക്കു ചേരാത്ത കേവലക്രിയ അകാരിതം. ഇക്കു ചേർന്ന കേവലക്രിയ കാരിതം, ഇക്കു ചേരാത്ത കേവലക്രിയ അകാരിതം. അപ്പോൾ കാരിതം അകാരിതമുണ്ട്. വായിക്കുന്നു, വീഴുന്നു, കേൾക്കുന്നു, വിടുന്നു, ഓടുന്നു, പറയുന്നു. ഇപ്പോൾ ചാടുന്നു ഒക്കെയുണ്ട്. അതിൽ അടിവരയിട്ട കേവലക്രിയ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇക്കു ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ കേവലക്രിയയിൽ ഇക്കു ചേർന്നിട്ടുള്ള രൂപം കാരിതം, ഇക്കു ചേരാത്തത് അകാരിതം. കേവലക്രിയയുടെ രണ്ട് വിഭാഗമാണ് കാരിതം, അകാരിതം എന്നിവ. കേവലക്രിയയുടെ രണ്ട് വിഭാഗമാണ് കാരിതം, അകാരിതം എന്നിവ. എന്നാൽ കാരിതം എന്താണ്? ഇക്കു ചേർന്നിട്ടുള്ള കേവലക്രിയ കാരിതവും ഇക്കു ചേരാത്ത കേവലക്രിയ അകാരിതവും ആണ്. നോക്കാം, കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. കാരിതം: പറക്കുന്നു, എടുക്കുന്നു, കേൾക്കുന്നു, ചിരിക്കുന്നു, നടക്കുന്നു, പിരിക്കുന്നു. ഇത് കാരിതം. എന്നാൽ അകാരിതമാണെങ്കിലോ? തകരുന്നു, ഇടയുന്നു, ഓടുന്നു, വീഴുന്നു, നനയുന്നു, പിടയുന്നു. അവിടെ ഇക്കു വരുന്നില്ല. ഇക്കു വരുന്നത് കാരിതവും ഇക്കു വരാത്തത് അകാരിതവുമാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? കേവലക്രിയ, പ്രയോജകക്രിയ, കാരിതം, അകാരിതം. നോക്കാം, വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് നോക്കാം. കേവലം, പ്രയോജകം. സ്വഭാവം അടിസ്ഥാനമാക്കി ക്രിയകളെ കേവലം, പ്രയോജകം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. കുട്ടി ഓടുന്നു, കുട്ടിയെ ഓടിക്കുന്നു. ആദ്യ വാക്യത്തിൽ കുട്ടി സ്വയം ഓടുന്നു, രണ്ടാം വാക്യത്തിൽ മറ്റൊരാളുടെ പ്രേരണയിലാണ് കുട്ടി ഓടുന്നത്. ആദ്യ ക്രിയ കേവലക്രിയ, അത് ഓടുന്നു. രണ്ടാമത്തേത് പ്രയോജകക്രിയ, ഓടിക്കുന്നു. ഉദാഹരണം നോക്കാം. കേവലം: വായിക്കുന്നു, എഴുതുന്നു, വീഴുന്നു, കേൾക്കുന്നു, വിടുന്നു, ഓടുന്നു, പറയുന്നു. എന്നാൽ പ്രയോജകമാകുമ്പോൾ വായിപ്പിക്കുന്നു, എഴുതിപ്പിക്കുന്നു, വീഴ്ത്തുന്നു, കേൾപ്പിക്കുന്നു, വിടുവിക്കുന്നു, ഓടിക്കുന്നു, പറയിക്കുന്നു. കാരിതം, അകാരിതം: വായിക്കുന്നു, വീഴുന്നു, കേൾക്കുന്നു, വിടുന്നു, ഓടുന്നു, പറയുന്നു. അടിവരയിട്ട കേവലക്രിയ. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇക്കു ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ കേവലക്രിയയിൽ ഇക്കു ചേർന്നിട്ടുള്ള രൂപമാണ് കാരിതം, ഇക്കു ചേരാത്ത രൂപമാണ് അകാരിതം. കേവലക്രിയയുടെ രണ്ട് വിഭാഗങ്ങളാണ് കാരിതം, അകാരിതം എന്ന് പറയുന്നവ. കുറച്ച് ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ കാരിതം: പറക്കുന്നു, എടുക്കുന്നു, കേൾക്കുന്നു, ചിരിക്കുന്നു, നടക്കുന്നു, വിരിക്കുന്നു. അകാരിതം: തകരുന്നു, ഇടയുന്നു, ഓടുന്നു, വീഴുന്നു, നനയുന്നു, പിടയുന്നു. അപ്പോൾ എക്സാമിന് തന്നിരിക്കുന്നതിൽ കാരിതമേത്, അകാരിതമേത് എന്ന് ചോദിച്ചാൽ തിരിച്ചറിയാമല്ലോ. അതുപോലെ തന്നെ കേവലക്രിയ, പ്രയോജകക്രിയ വളരെ ഈസിയാണ്. കേവലക്രിയ, പ്രയോജകക്രിയ സ്വയം ചെയ്യുന്നത് കേവലക്രിയയും പരപ്രേരണയിൽ ചെയ്യുന്നത് പ്രയോജകക്രിയയും. കാരിതത്തിൽ ഇക്കു വരുന്നു, അകാരിതത്തിൽ ഇക്കു വരുന്നില്ല. ഇത്രയും 4 കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഒരു 90% ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ കിട്ടുകയുള്ളൂ. അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.